ഈ ഒരു സീരീസ് ഉണ്ടല്ലോ, ഇറ്റ്സ് റെവല്യൂഷനൈസിങ് ദ ഹോൾ ഇൻഡസ്ട്രി. അപ്പോൾ ഇത് ചുമ്മാ പറയുന്നതല്ല, ഇതിൽ കുറച്ച് കാര്യമുണ്ട്. അതായത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സ്ട്രേഞ്ചർ തിങ്സ് ഒരു സീസൺ ഇക്കൊല്ലം ഇറങ്ങുന്നു, അടുത്ത സീസൺ എപ്പോഴും ഇറങ്ങുന്നു 2-3 കൊല്ലം കഴിഞ്ഞിട്ട്. എന്തുകൊണ്ടാണ്? കാരണം എന്താ, അതിൽ കുറേ CGI വർക്ക്സ് ഉണ്ടാവും, ഗ്രാഫിക്സ് ചെയ്യാനുണ്ടാവും, അങ്ങനെ ഇങ്ങനെ കുറേ പരിപാടികളുണ്ടാവും. പോസ്റ്റ് പ്രൊഡക്ഷൻ തന്നെ 1 കൊല്ലമൊക്കെ വേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത്. ഈ CGI ഇൻറ്റൻസീവ് ആയിട്ടുള്ള സീരീസുകളാണ് ഇപ്പോൾ മുഴുവൻ. സ്ട്രേഞ്ചർ തിങ്സ് ആയിക്കോട്ടെ, ഹൗസ് ഓഫ് ദ ഡ്രാഗൺ ആയിക്കോട്ടെ, അങ്ങനത്തെ മേജർ ബഡ്ജറ്റിൽ എടുക്കുന്ന സീരീസുകൾക്ക് അവർ ആ ബ്രേക്ക് ഈവൺ ആവാനും അവർക്ക് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും സ്ട്രഗിൾ ചെയ്യാണ് ആക്ച്വലി. ശരി പോട്ടെ, 3 കൊല്ലം കാത്തിരിക്കുക. എത്ര എപ്പിസോഡ് വെച്ച് കിട്ടും? കൂടിപ്പോയ ഒരു 8 എണ്ണം കിട്ടും. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഈ ഫ്രണ്ട്സ്, ലോസ്റ്റ്, മോഡേൺ ഫാമിലിയൊക്കെ നമ്മൾ കാണുമ്പോൾ 20-25 എപ്പിസോഡ്, 24 എപ്പിസോഡൊക്കെയാണ് ഒരു സീസണിൽ വരിക. അതായത് ഒരു 4-5-6 മാസം നമുക്ക് ഒരാഴ്ച ഓരോ എപ്പിസോഡ് വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കുക. അതും പോരാഞ്ഞിട്ട് ഗ്യാപ്പ് ഇല്ലാണ്ട് കൂടിപ്പോയ 1 വർഷം ഗ്യാപ്പ് ഉണ്ടാവും. എന്നാലും ഓരോ കൊല്ലം കഴിയുമ്പോഴും പുതിയ പുതിയ സീസൺ വരികയും ചെയ്യും. അതെന്തുകൊണ്ടാണ്? ഒരു പോസ്റ്റ് പ്രൊഡക്ഷനിൽ വലിയ പണിയില്ല. ഇറ്റ്സ് ലൈക്ക് റിയൽ പീപ്പിൾ ആക്ടിങ് വിത്ത് ദർ ഇമോഷൻസ്. അവരുടെ ആക്ടിങ്ങും ബാക്കിയുള്ള പരിപാടികളൊക്കെയാണ് മുഴുവൻ. ഈ CGI വർക്കും മറ്റേ ഗ്രീൻ സ്ക്രീൻ പരിപാടിയേ ഇല്ല. ഇങ്ങനെ ഒരു ടൈറ്റ് ഷെഡ്യൂൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ CGI വർക്കിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെയാണ് ദ പിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് വരുന്നത്. ഒരു മെഡിക്കൽ ഡ്രാമ സീരീസാണ്. ഒന്നുമില്ല, ഒരു ഹോസ്പിറ്റലിൻ്റെ അകത്താണ് മുഴുവൻ. റിയൽ പീപ്പിൾ, റിയൽ ആക്ടിങ് വിത്ത് ദ റിയൽ ഇമോഷൻസ് ആൻഡ് റിയൽ കണക്ഷൻ വിത്ത് ദ ഓഡിയൻസ്. ഇത്രേ പറയാനുള്ളൂ. കാരണം എന്താ, ഒന്നുമില്ല. അതിലും എല്ലാ കൊല്ലവും നമുക്ക് 15 എപ്പിസോഡ് വെച്ചിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു, ഇത് ഈ കൊല്ലം റണ്ണിങ്, ഇത് അവസാനത്തെ എപ്പിസോഡും കഴിഞ്ഞു. ഇനി അടുത്ത കൊല്ലം വീണ്ടും 15 എപ്പിസോഡ് വരും. അപ്പോൾ എന്താണ്, എല്ലാ കൊല്ലവും കറക്റ്റായിട്ട് ആ ഓഡിയൻസിന് കേറ്റർ ചെയ്ത് അവർക്ക് എന്താണോ കാണേണ്ടത് അത് നമുക്ക് കാണിച്ചു തരുന്നു. ആ ഓഡിയൻസ് റിട്ടൻഷൻ ഉണ്ടല്ലോ, അത് വളരെ ഹൈ ആയിരിക്കും. അതുപോലെ ഈ എമ്മി അവാർഡ്സ് ആണെങ്കിലും 5 എണ്ണം കിട്ടി 13 നോമിനേഷനിൽ. ഇനി നോക്കിക്കോ, അടുത്ത കൊല്ലവും കിട്ടും. അപ്പോൾ എന്താ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഈ മനുഷ്യന്മാരുടെ ഗ്രീൻ സ്ക്രീൻ ഒന്നും ഇല്ലാത്ത കുറേ സീരീസുകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അത് സ്റ്റുഡിയോകൾക്ക് ആക്ച്വലി ലാഭമാണ്. കാരണം ഈ CGIൻ്റെ ഒന്നും പൈസ മുടക്കണ്ടല്ലോ, അത്ര ബഡ്ജറ്റും ഇല്ല അവർക്ക്. അപ്പോൾ വലിയ ചിലവുമില്ല, എല്ലാ അവാർഡ്സും കിട്ടും. ഒരു കൊല്ലം ഒരു 10-15 എപ്പിസോഡും കിട്ടും. എല്ലാ കൊല്ലം ഓരോ സീസണും ഉണ്ടാവും. ഇങ്ങനത്തെ സീരീസുകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതൊരു ട്രെൻഡായിട്ട് കൊണ്ടുവരാനുള്ള മെയിൻ കാരണം തന്നെ ഈ പിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സീരീസാണ്. സോ ആരെങ്കിലും പിറ്റ് കാണാൻ ബാക്കിയുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇറ്റ്സ് അമേസിങ്.